തുള്ളിത്തരിയത് തുമ്പപ്പൂ കണ്ടോ ചെങ്ങായി കുമ്പിളും അരകൾ താരകൾ പോന്നു മിന്നമിലിങ്ങിന്റെ മാതിരി മിന്നമിലിങ്ങിന്റെ മാതിരി ഞാൻ ഇങ്ങോട്ടോടുന്നു അമ്മ അവനോടുന്നു ഞാൻ ഇങ്ങോട്ട് ചാടുന്നു അമ്മ അവൻ ചാടുന്നു. ഈ മോൻ്റെ അസുഖത്തിൻ്റെ പേരെന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ പേര് SSP എന്നല്ലേ? SSP അതായത് 5ാം പനിയിൽ വൈറസ് തലച്ചോറിൽ കയറിയതാണ് അത് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം ഇതിന് എന്താ ഇത് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? മാറില്ല. അതായത് അവരുടെ സയൻസിൽ ഇത് മാറി ചരിത്രമില്ല. അതായത് പിന്നെ ഇത് കുട്ടിക്ക് ഏകദേശം 7 കൊല്ലാണ് അവര് 7 കൊല്ലാണ് ആയുസ് പറഞ്ഞത് ഡോക്ടർമാർ. അതായത് എല്ലാ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞ് അവർ പറഞ്ഞു പിന്നെ 5ാം പനിയുടെ വൈറസ് കയറിയതാണ് പറഞ്ഞത്. അതായത് മീസിൽസ് വന്ന് തലച്ചോറിൽ വൈറസ് കയറി വന്നത്. അപ്പോൾ അവർ ഞങ്ങൾ ബാംഗ്ലൂർക്ക് വിട്ടോട് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോയി ഇംഹാൻസിൽ പോയി അവിടുന്ന് ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞു ഫുള്ള് അവർ ഈ വൈറസ് കയറിയെന്ന് പറഞ്ഞ് പിന്നെ അവരെല്ലാം 1-2 ഗുളിക തന്നു, ഫിക്സിൻ്റെ ഗുളിക തന്നു. പിന്നെ പതുക്കെ മോന് ഒരു 7 വർഷം കൊണ്ട് മോനില്ലാതാവുന്ന അവർ പറഞ്ഞത്. അവിടുന്ന് വന്ന് അസുഖത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? SSP അല്ലേ? അവിടുന്ന് വന്ന് 1 മാസം കൊണ്ട് വീണ്ടും വന്നു ഫിക്സ്. ആ ഫിക്സ് വന്നപ്പോൾ ബേക്കിൽ പോയി കോഴിക്കോട്. അവിടുന്ന് വന്ന് ഒരു എക്സ്ട്രാ ഒരു ഗുളിക കുട്ടിയാണ് ഫിക്സിൻ്റെ. ആ ഗുളിക കൂട്ടി ആ ഡോക്ടറിനോട് വന്നാൽ കൂടി വരിക. അതായത് അവൻ്റെ തുള്ളൽ ഫിക്സ് കൂടി വരും. ഡോക്ടർ പറഞ്ഞു അത് തടഞ്ഞ് കഴിയില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ IVG ഇൻജക്ഷൻ വെച്ചു ബ്രെയിൻ മെമ്മറിയിൽ. അത് വെച്ചിട്ടും ഉണ്ടായില്ല. ലാസ്റ്റ് കുട്ടി പറ്റ കളഞ്ഞ് ബോധമില്ലാതെയായി. കുട്ടി 4ാം സ്റ്റേജിൽ എത്തി. ഇപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു. അതായത് ഇരിക്കുന്നുണ്ട്, ആദ്യം ഇരിക്കില്ല, വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, അതായത് അത് ഫസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ജനുവരി മാസം ഏപ്രിൽ 2 ഇപ്പോൾ പറ്റ തളർന്നത് ഒരു 1.5 മാസമായിട്ട് പറ്റ ഒന്നുമില്ലാതെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ അത് ഇരിക്കുന്നുണ്ട്. മറ്റേ ഇരിക്കാൻ കഴിയില്ല, എല്ലാവരും വെച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. അതായത് ട്യൂബ് ഇട്ടാണ് അങ്ങോട്ട് വന്നത്. മൂക്കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്നാണ് ഇപ്പോൾ ഈ 12-ാം തീയതിയാണ് ട്യൂബ് ഊരിയത്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. സാറ് പറഞ്ഞു 2 കൊല്ലം കൊണ്ട് മുമ്പായ രീതിയിൽ ആവുന്നു. ഇന്നിപ്പോൾ നമ്മൾ എത്രാമത്തെ ദിവസമാണ്? ഇന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തിങ്കളാഴ്ച തുടങ്ങി. തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് 4ാമത്തെ ദിവസം. അപ്പോൾ 4ാമത്തെ ദിവസം കൊണ്ട് ഇത്രയും മാറ്റമുണ്ട്. ഓക്കെ. ഇപ്പം ചെറിയ ഞെട്ടൽ മാത്രമല്ലേ ഉള്ളൂ? കാലിൽ ഞെട്ടൽ കുറഞ്ഞില്ലേ? കാലിൻ്റെ ഇന്നലത്തെ അത്ര ഇല്ലല്ലോ. ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ? ഉഷാറായ? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? കണ്ണടയുണ്ട്? പിന്നെന്തൊക്കെയാ? നടക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? എണീറ്റ് സ്വയം എണീക്കുന്നുണ്ട് അല്ലേ? വെരി ഗുഡ്. 4ാമത്തെ സ്റ്റെപ്പിൽ ഒന്ന് നടന്നു നോക്കിയേ, നോക്കട്ടെ എവിടെയാന്ന്. പിടിച്ചേക്കുന്നുണ്ട്. ഞാൻ ഞെട്ടല് ഒന്ന് പോണം അല്ലേ?
പിന്നെ അപ്പോൾ വന്ന് നിന്നേ നോക്കട്ടെ എവിടെയാ ബുദ്ധിമുട്ടെന്ന്. ഇപ്പം സ്വയം ഇങ്ങനെ ചാടി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പം ഉഷാറായല്ലോ. ഇനി ആ നടക്കാനുള്ള ഒരു ധൈര്യം, ആ ഞെട്ടിൽ പോകുമ്പോൾ നടക്കാൻ പറ്റും പിന്നെ അല്ലേ? ശരിക്കും നമുക്ക് ഇപ്പോൾ ഈ മോനെ എത്രാമത്തെ എന്നാണ് ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തത്? 5 മാസമായിട്ടുള്ളൂ. അതുവരെ അവന് ഓടി കളിച്ചിരുന്ന കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ വന്ന എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കമായിരുന്നേ? ആദ്യം ഒരു ഗ്ലൂമി ആയി അല്ലേ? പിന്നെ സംസാരം സ്റ്റക്കായിട്ട് അവനറിയണില്ല. പിന്നെന്താ ഉണ്ടായത്? പ്രയാസമായതുകൊണ്ട് പറയാൻ പറ്റില്ല അല്ലേ? പിന്നീട് അത് എങ്ങനെ എന്തായിട്ട് രൂപപ്പെട്ടു? വീഴാൻ തുടങ്ങി. പിന്നെ ഡോക്ടറെ കാണിച്ചല്ലേ? അപ്പൊ എന്താ പറഞ്ഞ? ഡോക്ടർമാർ കുറെ MRIയും 2 തരം MRI എടുത്തു. ഒരു MRI കണ്ടമാനം ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് MRI എടുത്തത്. മെഡിക്കൽ കോളേജിൽ 17 ദിവസം കിടന്നു. ഈ MRI എടുത്തുകൊണ്ട് ആദ്യം കാണിച്ചവരൊന്നും കാര്യമായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ബോഡി ഫിറ്റ് ആണ് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നരമ്പിനൊന്നും ബലം കമ്മിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ കുറെ നടുമുള്ളുന്ന ടെസ്റ്റ് എടുത്ത് SSP ആണ്. SSP സ്ഥിരീകരിച്ചു. ഞാൻ മരുന്നില്ലാന്ന് പറഞ്ഞു. മരുന്നില്ലാന്ന് പറഞ്ഞു. ഒരു രക്തത്തിൽ പോസിറ്റീവ് കാണിച്ചു. അതിനെ കുറച്ച് സാമ്പിൾ എടുത്ത് ബാലൻസ് ഉണ്ട്. വേറെ കുറെ ടെസ്റ്റ് എടുത്തു, അതൊക്കെ നെഗറ്റീവ് ആണ്. ആ നടുമുള്ളിൽ എടുത്ത നീരില് ഒരു പോസിറ്റീവ് കാണിച്ചു. പിന്നെ ഒരു ദിവസം മരുന്നില്ല ഞങ്ങള് ഡിസ്ചാർജ് ചെയ്ത് ശ്രീചിത്രി പോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ മരുന്നുണ്ടോ ചോദിച്ചു. അവിടെ ഇതിന് മരുന്നില്ല. ഈ സ്റ്റേജ് വിട്ട് പോകാതെ നോക്കാൻ വെക്കുക, ഈ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ തുടരാന്ന് പറഞ്ഞു. നിമാൻസിക്ക് പോകാനേ കരുതിയത്. നിമാൻസിക്ക് എത്തുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ പോകാനാണ്. നിമാൻസിക്ക് ഞങ്ങൾ പോണതിന്റെ അടിയിലാണ് ഞങ്ങള് ഈ കുട്ടീന്റെ പേര് അറിഞ്ഞാണ്ട് നിങ്ങളെ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഇവിടെ വരുമ്പോ കണ്ണടയുണ്ടായില്ല, പിന്നെ നിക്കാൻ പറ്റുന്നുണ്ടായില്ല, പിന്നെ ശരിയായ രീതിയിൽ ഓർമ്മയില്ലായിരുന്നു. ഇപ്പൊ ഓർമ്മയ്ക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? പിന്നെന്തൊക്കെയായിട്ടുണ്ട് മോനെ സുഖമായിട്ട് തോന്നുന്നത്? ഇപ്പൊ ധൈര്യമായിട്ടുണ്ട് അല്ലേ? ഗുളിക ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലേ? 2 നേരം ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ നല്ല തലക്കൊക്കെ ഒരു സുഖം തോന്നണല്ലേ? ഇപ്പൊ ആ ഒരു ഭയങ്കര ഇത് ബുദ്ധിമുട്ട് മാറിയില്ലേ തലയിലൊക്കെ ഉണ്ടായിരുന്ന? കണ്ണിങ്ങനെ അടയാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇപ്പൊ നിക്കാനും ധൈര്യമായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ 2-3 സ്റ്റെപ്പ് നടക്കാൻ പറ്റുന്നുണ്ടോ? നടന്നു നോക്കിയേ. ഇപ്പൊ നടക്കണ്ടല്ലോ. ഇത്തിരി ആ ഒരു ഞെട്ടൽ കൊണ്ടുള്ള പ്രശ്നമാണ് അല്ലേ? അതും കൂടി ഒന്ന് പോയാൽ മതി കേട്ടോ. നോക്കാം കേട്ടോ നമുക്ക്. ആക്സിഡന്റ് എന്ത് ആക്സിഡന്റ് ആയിരുന്നു? ബൈക്കിന് വീണോ? വീണിട്ട് തെറിച്ച് വീണു അല്ലേ? ഇപ്പോൾ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? ആ സമയത്ത് ഒരു കുറഞ്ഞ സമയം ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. ശരിക്കും റിലാക്സ് ആയിട്ടുണ്ട് അല്ലേ? ഇത് എത്ര നാളെ ആക്സിഡൻ്റ് ആയിട്ട്? 3 മാസം കഴിഞ്ഞു. 102 ദിവസം. ഉമ്മ മരിച്ചോ? അപ്പോൾ ആരെ കൂടെ ഉണ്ടായത്? 4 പേരുണ്ട്. ഓക്കെ. മറ്റേ കുട്ടിക്കോ? കുഴപ്പമില്ല.
ഇപ്പം റിലാക്സ് ആയിട്ടില്ലേ? ഇനി അവന് വെള്ളമൊക്കെ കൊടുത്തു നോക്കാം. ഇന്ന് എന്തെങ്കിലും കുഴപ്പമില്ല, നടക്കുള്ളൂ കേട്ടോ. ബാബേ, നമ്മളന്ന് ഒരു പ്രാവശ്യമല്ലേ ചെയ്ത്? ഒറ്റ പ്രാവശ്യമല്ലേ അല്ലേ ചെയ്തത്? സെപ്റ്റംബർ 2-ന്. പിന്നെ പോയതിന് ശേഷം കരച്ചിലൊന്നും ഉണ്ടായില്ല? അല്ല, കുറച്ചൊരാഴ്ച ഏകദേശം വലിയ വ്യത്യാസം കണ്ടിട്ടില്ല. അതെല്ലാം ഉണ്ട്, പക്ഷെ പിന്നെ ഇങ്ങനെ മാറ്റങ്ങളോ? നല്ല മാറ്റം. ഇതൊക്കെ ചിരിക്ക് ഇപ്പൊ തുടങ്ങിയതാ, പക്ഷെ നല്ല വ്യത്യാസം കേട്ടോ. നോക്കുന്നൊക്കെ ഉണ്ടല്ലേ? ആദ്യം നമ്മൾ വിളിക്കുന്നതിലേക്ക് ഒരു കോൺസെൻട്രേഷൻ തീരെ ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. അന്ന് തീരെ കഴിക്കില്ലായിരുന്നു വായ്പൂട. അപ്പൊ അന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വായ്പൂട കഴിക്കുന്നതായിട്ട്. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ ഇപ്പൊ ഉറങ്ങാത്ത സമയത്തൊക്കെ വായ്പൂട തന്നെ കൊടുക്കുന്നത്. പിന്നെ ടേസ്റ്റ് ഒക്കെ ഇപ്പൊ നല്ലോണം അറിയാൻ തുടങ്ങിയതുകൊണ്ട് മരുന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കരച്ചില്ല. അപ്പൊ ഞങ്ങള് മരുന്ന് ട്യൂബില്, പിന്നെ ഉറങ്ങുമ്പോഴും ട്യൂബില് കൊടുക്കും. ഒരു സമാധാനായില്ലേ? അല്ലെങ്കിൽ കരച്ചില്ലോട് കരച്ചില്ലേ? ഭയങ്കര അന്ന് ഇത്ര വെയിറ്റ് കൂടിട്ടോ. അപ്പൊ അതിന്റെ ശേഷം ആ ഒരു ബലം ഇതൊക്കെ ഞങ്ങള് കുറെ നേരം ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ ഇരുത്തി നോക്കി. പക്ഷെ ഇപ്പൊ കാലൊക്കെ ചെറുങ്ങനെ പൊക്കുന്നുണ്ടോ? അത്യാവശ്യം ഇങ്ങനെ ഇത്ര ഹൈറ്റിൽ പൊന്തിച്ചങ്ങനെ മുഖം തന്നെ മാറിയില്ലേ? പ്ലസ് ഉണ്ടായില്ലേ മുഖക്ക്? ബബേ, ബബേ, പക്ഷെ ഇപ്പൊ എന്തോ ഒരു ഓർമ്മ നിർത്തുന്ന മാതിരി. ബാ, അങ്ങോട്ട് വാ, ബാ, എണീറ്റ് നിക്ക് പൊന്നെ. കാല് ചവിട്ടി എണീക്ക്. എണീക്ക്, തല പൊന്തിക്ക്. അല്ല, അത് കഴിഞ്ഞ പിന്നെ 12 മണിയാവും പിന്നെ ഉറങ്ങാൻ. അല്ലേ, അന്ന് വന്ന ആളല്ലല്ലോ. നല്ല വ്യത്യാസം. അന്ന് വെറുതെ കിടപ്പല്ലായിരുന്നു. ബോഡിക്ക് എത്രയായില്ലേ? അലോപ്പതിക്ക് വേറെ അവർക്കൊന്നും പറയാനില്ലല്ലോ. മരുന്ന് തളർന്നു. നമ്മള് പോണ്ടിച്ചേരി പോയിരുന്നു. പോണ്ടിച്ചേരിയിൽ ഇത്രയും മാറ്റമുണ്ട്. അതിന്റെ അന്ന് വന്ന ബോഡിയല്ലല്ലോ. അവര് അന്ന് ഞങ്ങളോട് പിന്നെ നിങ്ങൾ അമേരിക്ക കൊണ്ടുപോയിട്ടും കൂടിയും കാര്യമില്ലാന്നാ പറഞ്ഞു. അവിടുന്ന് വന്ന വരവ് എന്താ ആലോചിച്ചറിയാം. എവിടെ? പോണ്ടിച്ചേരി. വലിയ ഹോസ്പിറ്റലാണല്ലോ. അവരെന്താ പറഞ്ഞു? അവിടെ വരെ കൊണ്ടുപോയി. നിങ്ങള്
എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഫിസിയോതെറാപ്പി മാത്രമേ മാർഗമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ അമേരിക്ക കൊണ്ടുപോയാലും നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അല്ല ഇപ്പൊ നമ്മൾ നോക്കൂ, ഇത്ര നാളുകൊണ്ട് പിന്നെ ഇത്രയും മാറ്റമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് പഴയ പോലെ ഓടി നടക്കുന്നതായിരിക്കും. ഒരു കൊല്ലം മനസ്സിൽ വെക്കുക, ഒരു കൊല്ലം കൊണ്ട് പോകാൻ പയ്യെ പയ്യെ ആവുന്നതായിട്ട് കാണാം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പഴയ പോലെ ആവണമെന്ന് വിചാരിക്കരുത്. അല്ല വ്യത്യാസം ഉണ്ടെന്നേ, അന്ന് വന്ന കുട്ടിയൊന്നല്ലല്ലോ, അന്നത്തേകളൊക്കെ എത്രയും മാറ്റമുണ്ട് അല്ലേ? നല്ല വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മാറുള്ളൂ, ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ കണ്ട ഇപ്പൊ നടുവെക്കുമ്പോ എല്ലാം ഉണ്ട്. മറ്റത് ഇങ്ങനെ കിടപ്പല്ലായിരുന്നോ, വേറെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ വരുന്ന സമയത്ത് വെറുതെ കിടപ്പല്ലായിരുന്നു. അവേ നോക്കിയാ നോക്കേ അബേ ഇരിക്കുമ്പോ ഒരാട്ടാ. ഇവര് ഹോട്ടലിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. അത് ഒരു വെള്ളിയാഴ്ച ദിവസം ഭക്ഷണം വാങ്ങി കൊടുത്തു. ഞാന് വന്നത് ശനിയാഴ്ച രാത്രിയാണ്. അപ്പൊ എനിക്ക് മംഗലാപുരത്താണ് ബിസിനസ്, ബിസിനസ്. അന്ന് വന്നപ്പോ ഇവന്റെ കണ്ണും മുറൊക്കെ ഭയങ്കര വാട്ടുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, കുട്ടിക്ക് ഇങ്ങനെ വാട്ടും, അതുകൊണ്ട് മുടിയൊക്കെ വളർന്നിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് കഴിഞ്ഞ് രാവിലെ ഞാൻ വണ്ടി എടുത്തപ്പോൾ ഇവനും ഇവര് മൂത്ത രണ്ടാളുണ്ട്, ഒരു മൂന്നാൾ വണ്ടി കയറി ടൗണിൽ പോയി. ഇവന് വേണ്ട സാധനങ്ങൾ, മോനെ ചെരുപ്പ് വേണം, ആപ്പിൾ വേണം, പിന്നെ വത്തക്ക വേണം, ഇതൊക്കെ വാങ്ങിച്ചു, ഐസ്ക്രീം വേണം. പക്ഷെ കുട്ടി അതൊന്നും അന്ന് കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ചെരുപ്പ് മാത്രം എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചും വിടാതെ പിടിച്ചു. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവന് പനിക്കുന്നുണ്ട് പറഞ്ഞു, പനിയുണ്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് കൊണ്ടുപോകാൻ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പനീൻ്റെ മരുന്ന് കൊടുത്തു, ഡോസ് മരുന്ന് വീട്ടിൽ വന്നിട്ട് കൊടുത്തു. വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കഞ്ഞി എന്തോ കൊടുത്തു. പിന്നെ ഇവനങ്ങനെ ഛർദ്ദിച്ചു. അങ്ങനെ ഇവൻ ഛർദ്ദിച്ചപ്പം പറഞ്ഞു, ഛർദ്ദിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ എന്താ ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഇവന് ആകെ താളം തെറ്റി. ഛർദ്ദിയെല്ലാം കഴിഞ്ഞ് കണ്ണൊക്കെ ഒന്ന് മേപ്പെട്ട് പോയി. പിന്നെ ഈ അസ്മാരാണെങ്കിൽ ഇതേമാതിരിയായി. പിന്നെ ഞാൻ കൈയൊക്കെ ബലം പിടിച്ച് കണ്ണൊക്കെ മേപ്പെട്ട് പോയി, വായിന്ന് വരുമ്പോൾ അതൊക്കെ വരണം. അപ്പൊ ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കിടച്ചപ്പോൾ പിന്നെ അവിടുന്ന് ചികിത്സയും കാര്യമൊക്കെ കഴിഞ്ഞ് കുറച്ച് അപ്പം ഞാൻ വീട്ടിലേക്ക് വന്നു. ഇവിടെ എന്നെ വിളിച്ചപ്പോൾ കടത്തണ്ടെന്നാ പറഞ്ഞു, കോഴിക്കോട് കൊണ്ടുപോകണം, മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ മറ്റേ ഇതിന്റെ സംവിധാനമൊന്നുമില്ല. എന്തായാലും പറയുന്നത് സ്കാനിങ് ചെയ്യാൻ, സ്കാനിങ് അല്ല, മറ്റേ ജനറേറ്റർ അതിൽ കയറ്റേണ്ടി വരും. അത് സംഭവം വെന്റിലേറ്റർ കയറ്റേണ്ടി വരും. അതിന് സംവിധാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് വേഗം കോഴിക്കോട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അതിന് അവിടുന്ന് ഒരു വണ്ടി അവരെ തന്നെ ഏർപ്പാടാക്കി ചെയ്ത് ഞങ്ങൾ കോഴിക്കോട് കൊണ്ടുപോയി. കോഴിക്കോട് കൊണ്ടുപോകുന്നത് വരെ കുട്ടിക്ക് ഇങ്ങോട്ടേ ഇരിക്കുകയായിരുന്നു. അതിന് പിന്നെ മോനെ നനഞ്ഞ മുണ്ടോണ്ടൊക്കെയാണ് കഴിഞ്ഞത്. അവിടെ പോയി കയറ്റുമ്പോൾ ഒരു ഡോക്ടർ ഒന്ന് നെഞ്ഞിന് ഇവിടെ അമർത്തി. അപ്പൊ ചെറിയൊരു മുടിപ്പ് വന്നു. ഇവന് ഇല്ലാമെന്ന് പറഞ്ഞ മാതിരിയായിരുന്നു. ഞങ്ങൾ കൊണ്ടുപോയപ്പോ അവിടെ കൊണ്ടുപോയി. പിന്നെ ഞാൻ ഇവനെ കണ്ടിട്ടില്ല, ഇവരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല അവിടെ. പിന്നെ അവർ കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷം മൂക്കുകൂടൊക്കെ ഇട്ടിട്ട് പറഞ്ഞു, ഇവന് ഇത് ഒന്നും ശരിയാകുന്ന ലക്ഷണമില്ല, നേരാവെന്ന് പറയാനും പറ്റൂല. പക്ഷെ ഇവന്റെ തലച്ചോറിന് വളർച്ച വരുമ്പോൾ ചെറിയൊരു മാറ്റം വരും. അല്ലാതെ ഒരു പ്രൈസ് വേണ്ടാതും പറഞ്ഞു ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് മൂക്ക് കൂടെ പൈപ്പ് ഇട്ടിട്ടാണ് കൊണ്ടുവന്നത്. അതിലൂടെ ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഇന്നപ്പോ എനിക്ക് ഒന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയല്ലോ, ഹെൽമിന്റെ ഡോക്ടർമാരാണ്. അങ്ങനെ പോയപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വേണ്ട, നമുക്ക് ഇങ്ങോട്ട് പോണ്ടിച്ചേരി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പോണ്ടിച്ചേരി കൊണ്ടുപോകും. പോണ്ടിച്ചേരി കൊണ്ടുപോയി ഞങ്ങളവിടെ ലോറി എടുത്ത് റൂം എടുത്ത് നിന്ന് അവിടെ ഒ പി കാണിച്ചു. അപ്പൊ അവരിതെല്ലാം പരിശോധിച്ച് പറഞ്ഞു, നിങ്ങളെ കുട്ടിയെ നിങ്ങൾ അമേരിക്കക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നിങ്ങളെ കുട്ടി രക്ഷപ്പെടില്ല, നിങ്ങളെ കുട്ടി സംസാരിക്കൂല, നടക്കൂല, നിങ്ങൾ അമേരിക്ക വരെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞങ്ങളെല്ലാം നിരാശരായി അങ്ങനെ കരഞ്ഞു പിടിച്ച്. അപ്പൊ ഇവള് പറഞ്ഞു, നമ്മൾ കുട്ടികളെ ഡോക്ടറെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്തിനാ നമ്മൾ കുട്ടികളെ ഡോക്ടർ, അവരിങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ അവർ കണ്ടെടുത്തല്ലേ പറയാ, നമ്മൾക്ക് കേൾക്കണ്ട, നമ്മൾ പോവാന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ വന്നതല്ലേ, നമുക്ക് ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ 2 ദിവസം അവിടെ നിന്ന് 3-ാമത്തെ ദിവസം കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചു. അങ്ങനെ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കോളേജിൽ നിന്നല്ല നിങ്ങൾ വന്നത്, അവിടത്തേക്കായി വലിയൊരു ഇതൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് ഒരു ഡോക്ടർക്ക് എഴുതി തരാം, അവരെ കാണിച്ചോളുണ്ടെന്നും പറഞ്ഞു. അവരവിടുന്ന് ഒഴിവാക്കി. ഞങ്ങൾ അവിടെ തിരിച്ചു പോകും. അങ്ങനെയാണ് ഞങ്ങൾ ഡോക്ടറെ ഫോണിലൂടെ എന്നെ എങ്ങനെ അറിഞ്ഞത്? ഞങ്ങൾ ഫോണിലൂടെ ഞങ്ങൾ കണ്ടതാ. കിട്ടും, ഫോണിലൂടെ കണ്ടു. ഫോണിലൂടെ ഞങ്ങൾ കണ്ടു. ഒരു SI ആണ് എന്നെ വിളിച്ചിട്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാല് ഞങ്ങൾ ഇത് അറിഞ്ഞ പാടനെ ഞാൻ ഇവളും നിങ്ങൾ അവിടെ വന്നു, പാലസിൽ വന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് അവിടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കിയപ്പോ പറഞ്ഞു ഡോക്ടറെ കിട്ടാൻ യാതൊരു വഴിയില്ല, നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ അവിടെ ചായക്കടയിൽ പോയപ്പോ അവിടെ ഒരു സ്ത്രീ നിങ്ങൾ അവിടെ ക്യാൻറ്റീൻ നടത്തിയ ആളാ, അവിടെ ഹോട്ടലിൽ. അവര് പറഞ്ഞു അവിടെ സറാപ്പ് ചെയ്യുന്ന ഡോക്ടറുണ്ട്, അവര് നമ്പർ വേണം നിങ്ങൾക്ക് ഞാൻ തരാം, അതിലൂടെ നിങ്ങൾ ബന്ധപ്പെട്ടോളൂ. അത് ഞാൻ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ചിട്ട് അതിലൊന്നൊരു ഇത് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് സാറിന് കാണും വേണം, നിർബന്ധമായിട്ട് കാണും വേണം. അങ്ങനെയാണ് എന്റെ കുടുംബക്കാരുണ്ട് ഇവിടെ ഒരാള്, അവനെ കണ്ടപ്പോ അവന്റെ മകൾ അവിടെ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നുണ്ട്. അവൻ മുഖാന്തരം അവരെ ഭർത്താവാണ് നിങ്ങളെ പോലീസുകാരനെ അറിയുന്നത്. വിളിച്ചത്. അപ്പൊ അവര് അറിയുന്ന അവരെ ഭർത്താവിലൂടെയാണ് അറിയുന്നത്. അങ്ങനെയാണ് അവരെ നമ്പർ കിട്ടിയിട്ട് നിങ്ങളെ ബന്ധപ്പെടുന്ന അവരെ നാളെ തന്നെ വന്നോട്ടെ എന്ന് സാറ് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വരുന്നത്. പിന്നെ ഞാൻ അവരെ വിളിച്ചു. നമ്മളിവിടെ വന്നിട്ട് എത്ര നാളായിട്ടുണ്ട്? ഒരു 6 മാസം അല്ലേ? 1 വർഷമായിട്ടുണ്ട്. ആ 1 വർഷം കൊണ്ട് മോനുണ്ടായ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ശരിക്കും? അവന് പിന്നെ ഒന്നാമത്തെ മെയിൻ ഭക്ഷണത്തിന്റെ ആദ്യം ഇപ്പൊ നമ്മള് ജീവൻ രക്ഷിക്കലായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞു പിന്നെ ഭക്ഷണം കഴിക്കാൻ ട്യൂബ് മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇരിക്കാൻ തുടങ്ങി. ഇപ്പൊ നിൽക്കുന്നുണ്ട്, പക്ഷെ വില കുറവുണ്ട്. മാറ്റങ്ങളായിട്ടുണ്ട്. ഏകദേശം ഒരു 1-2 കൊല്ലാകുമ്പോഴേക്കും കുട്ടി പഴയൊരവസ്ഥയിലേക്ക് പയ്യെ എത്തുന്നു പ്രതീക്ഷിക്കാം അല്ലേ? എന്തായാലും നമ്മളൊരു ഇങ്ങനെ ലോകത്തെ എല്ലാ സയൻസും കൈവിട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മളെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത്, അതായത് ഒരു കുട്ടിയുടെ ഇങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇപ്പോൾ കുട്ടി ഇങ്ങനെ അല്ല എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഞാൻ ചെയ്തിട്ടുള്ള പേര് വരുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഈ കുട്ടിക്ക് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കായില്ലേ? അത് നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിക്കണേ തന്നെയാണ് പറഞ്ഞു. എവിടെ പോയിക്കഴിഞ്ഞാൽ ഇത് മാറൂല, ഇതിന് മെഡിസിൻ ഇല്ല, ഇവിടത് കൊടുത്ത് ഇനി മോനെ ഒന്നും ചെയ്യാൻ പറ്റൂല. വെന്റിലേറ്ററിൽ തന്നെ മോനെ തിരിച്ച് കിട്ടൂല എന്ന ഡോക്ടർ പറഞ്ഞു. അങ്ങനെയുള്ള മോനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 10 തവണ ഒരു ദിവസം 10, 11, 12 തവണയെങ്കിലും ഫിക്സ് വന്നിട്ടുണ്ട്. ഇപ്പം ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് 1-2 തവണ വന്നാലായി, അത്രയേ ഉള്ളൂ. കാരണം അത്രത്തോളം മാറ്റമുണ്ട്. ഞാൻ ഉറങ്ങാറ് പോലും ഇല്ല ഞങ്ങളെ കൊണ്ടെന്ന് പറയാം. അത്രയും മാറ്റമുണ്ട് ഇവിടെ വന്നിട്ട്. ഇപ്പം നല്ലോണം ഉറക്കമുണ്ട്, നമുക്കൊരു സമാധാനം, മോനിക്കൊരു സമാധാനമുണ്ട്. കാരണം ആ മരണത്തിൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമ്മൾ മരണം മുമ്പിൽ കണ്ടിട്ട് മോനും മരിച്ചിട്ടാണ് വരുന്ന വെച്ചാൽ അത്രയും ഇതായിട്ട് നിന്ന് മോൻ്റെ മരണം കാത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. അത്രയും ടെൻഷൻ, അത്രയും വിഷമങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇടത്തി അൽഹംദുലില്ലാ ഡോക്ടറെ കണ്ടതിൽ അത്രയും സന്തോഷമുണ്ട്. കാലൊന്നും എനിക്ക് ഈ കാലാണ് കണ്ടല്ലേ? മറ്റേ കാലനക്ക് ഇന്നലെ നിർത്തി നോക്കിയോ? ബാക്കി കാലനക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പയ്യെ നിർത്തിച്ചാൽ മതി. കാലിന് ഒരു ബലമില്ലേ ഇപ്പോൾ?
ബലം തോന്നണല്ലേ? കാലറിയുന്നില്ലേ? കാല് ഞാനിങ്ങനെ തൊടുമ്പോൾ അറിയുന്നുണ്ട്. അപ്പോൾ എവിടേക്കും അറിയുന്നുണ്ട് അല്ലേ? ധാര ഹസ്ബൻഡ് അതല്ലേ? അന്നാണ്ട് വന്നു. ഇതിപ്പോൾ ഈ കാലിലേക്ക് ഇങ്ങനെ സെൻസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പയ്യെ പയ്യെ അവന് നിൽക്കാനുള്ള ബലാവും കേട്ടോ. ഇടത്തെ കാലിന് ഒരു മൂവ്മെന്റും ഇല്ലായിരുന്നു. ഇന്നലെയൊക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്. ഇടത്തെ കാലിനല്ലേ? മൂവ്മെന്റ് കിട്ടട്ടെ. ശരിക്കും ഇപ്പം 5 കൊല്ലമായില്ലേ ഇത്? 5 കൊല്ലം, 5 വർഷമായില്ലേ? എങ്ങനെയാ ഇതിന്റെ തുടക്കം ഉണ്ടായത്? തുടക്കം ഒരു ബാക്ക് പെയിൻ വന്നതാ. പെട്ടെന്ന് ബാക്ക് പെയിനും അല്ല, ഒരു ഉളുക്കി പോയതുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊന്ന് ഉളുക്കിയത് പോലെ പറഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവനെ നടക്കുന്നതിലൊരു ആട്ടം പോലെ വന്നു. കണ്ണൊന്ന് ചെറുതാവുകയും ചെയ്തു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത്. അപ്പോ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് MRI എടുക്കാൻ പറഞ്ഞു. പക്ഷെ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു റെഫർ ചെയ്ത്. അപ്പൊ അവിടുന്ന് അവര് പറഞ്ഞ MRIയുടെ ആവശ്യമില്ല, ഇത് ഞരമ്പിനെ ബാധിക്കുന്ന GBS എന്ന് പറഞ്ഞൊരു അസുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനെ ICUലേക്ക് മാറ്റിയുണ്ടായത്. പക്ഷെ അന്നും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ICU ഒരു 2 ദിവസം ആയപ്പോഴേക്ക് പിന്നെ ആ കഴുത്ത് വേദന കുറഞ്ഞു, നടത്തത്തിലൊക്കെ സാധാ പോലെയായി നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വരെ പിന്നെ GBSന്റെ മരുന്നാണെന്ന് പറഞ്ഞിട്ട് IVIG എന്ന് പറഞ്ഞ ആ മെഡിസിൻ കൊടുത്തു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് വീക്കായി പോയി. പിന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, മസില് ഫുള്ള് വീക്കായിരുന്നാണ് ചെസ്റ്റിന്റെ ഒക്കെ. അപ്പൊ പിന്നെ ക്രിട്ടിക്കൽ ICUലേക്ക് മാറ്റി. പിന്നെ ക്രിട്ടിക്കൽ ICUലേക്ക് ആക്കി. അങ്ങനെ 28 ദിവസത്തോളം ICUലായിരുന്നു. അത് കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് MRI എടുത്തത്. ഞങ്ങൾ നിർബന്ധം കൊണ്ട്. അപ്പൊ നട്ടലിന്റെ ഭാഗത്തായിട്ട് ഒരു ക്ലോട്ട് ഉണ്ട് എന്നാണ്, അത് ട്യൂമർ ആണെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ GBS ഉണ്ടോ എന്നുള്ളത് പോലും ഉറപ്പില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ആ ട്യൂമറിന്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഒന്നും പോസിറ്റീവായിട്ടൊന്നും കാണിച്ചില്ല. പിന്നെ ബയോപ്സി എടുത്താലേ കറക്റ്റ് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ന്യൂറോബ്ലാസ്റ്റോമ ആയിരുന്നു ഡോക്ടേഴ്സ് അവിടുന്ന് പറഞ്ഞത്. അപ്പൊ റിപ്പോർട്ടൊക്കെ തന്നത് ന്യൂറോബ്ലാസ്റ്റോമയാണ്, എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ അറിയണ്ടൂ എന്ന് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് മാറ്റി, മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റി. പിന്നെ MBR ക്യാൻസർ സെന്ററിൽ പോയി. അവിടുന്നാണ് ഫസ്റ്റ് ബയോപ്സിക്ക് അയച്ചത്. അപ്പാണ് ഡോക്ടർ പറഞ്ഞ ഓപ്പൺ ചെയ്ത സമയത്ത് ഞരമ്പ് ഇങ്ങനെ പിണഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതിൽ നിന്നുണ്ടായ ഒരു ക്ലോട്ട്, രക്തം വന്നത് കാരണം ഉണ്ടായ ഒരു ക്ലോട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങള് ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടതാ. പക്ഷെ അവന് ആ ക്ലോട്ട് എടുത്തതിന് ശേഷം, ബയോപ്സിക്ക് വേണ്ടി എടുത്തതിന് ശേഷം ചെറിയൊരു അനക്കം വന്നത്. അത് കഴിഞ്ഞ് അമൃതയെ പോയി വീണ്ടും. അമൃതേന്ന് ഇതേ സെയിം പിന്നെ സർജറി ചെയ്തു, ബയോപ്സിക്ക് അയച്ചു. അപ്പോൾ നോർമലാണ് കുട്ടി. പിന്നെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 4-5 വർഷമായിട്ട് ആയുർവേദം, ഇംഗ്ലീഷ് അങ്ങനെ മാറി മാറി കാണിക്കുകയും. ഈ ഇവിടുന്ന് ഇപ്പൊ കാലിലേക്കൊന്നും സെൻസേഷൻ ഇല്ലായിരുന്നു അല്ലേ? ഒന്നറിയുന്ന സമയത്ത് ഒന്നും ഇല്ല. ഇടത്തെ കാല് തീരെ ഇല്ല. വലത്തെ കാല് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട്. പിന്നെ കാല് പൊക്കുന്നേ ഉണ്ടായില്ല. നമ്മളെത്ര ശ്രമിച്ചാലും അവന് പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ഒന്ന് ഇങ്ങനെ നടക്കുന്നതെന്നല്ലാതെ ഒരു ബലമില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്നിപ്പോ ഈ ട്രീറ്റ്മെന്റ് കൂടെ കഴിഞ്ഞപ്പോന് വലത്തെ കാലും ഇടത്തെ കാലും പൊക്കാൻ പറ്റുന്നുണ്ട്. ഈ ചവിട്ടുമ്പോ ഒക്കെ നല്ല പവർ ഉണ്ട്. പിന്നെ ഇരുത്തത്തിലും ഒരു വളവ് ഉണ്ടായിരുന്നു നല്ല. ഇപ്പൊ അത് കുറച്ചൊന്ന് കുറഞ്ഞു. കുറച്ചൊന്നല്ല, അവന് പറ്റുന്നുണ്ട്. 3 മിനിറ്റ് ഒക്കെ നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനി അടുത്ത ഒരു ഇതും കൂടി ആകുമ്പോഴേക്കും ഇനി ഇത് ശരിക്കും ഫ്ലോ വരുമ്പോൾ ഒന്നും കൂടി നടന്നോളും കുറച്ച് കഴിയുമ്പോഴേക്കും കേട്ടോ. മാറ്റം വരുന്നുണ്ട്. കാലിലേക്കൊക്കെ സ്ട്രെങ്ത് ആവുന്നുണ്ടല്ലോ. നിനക്ക് കോൺഫിഡൻസ് ആയിപ്പോ? കോൺഫിഡന്റ് ആണ്. ഇവിടെ മെഷീൻ ചെയ്യുമ്പോ ഒക്കെ തന്നെ കേറി ചാടുക. അല്ലാണ്ട് ഞാൻ എടുത്ത് ഇങ്ങനെ കാലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതിന് പകരം സിസ്റ്റർ അറിയാവുന്ന കസേര ചാടി കേറി അവൻ സ്വയം ചെയ്യാൻ നോക്കണം. അല്ല, അവന് നടക്കാൻ നല്ലൊരു ആഗ്രഹമുണ്ട് അല്ലേ? ഇപ്പൊ ഒരു ധൈര്യം വന്നിട്ടുണ്ട് അല്ലേ നടക്കുന്നുള്ള ഒരു. ശരി കേട്ടോ.